എന്റെ ശാസ്ത്ര പരിചയത്തിനൊന്നും പറ്റിയില്ല. അതെ, അവിടെ അല്ലയോ ബസ് സ്റ്റോപ്പ്? എന്തിനാ എല്ലാരും ഇവിടെ നിൽക്കുന്നത്? ബസ് സ്റ്റോപ്പ് അവിടെ ആണെങ്കിലും ബസ് എല്ലാം കൊണ്ടുവരുന്നത് ഇവിടെ ഇല്ലയോ? പിന്നെ എന്തിനാ നമ്മൾ അവിടെ നിൽക്കുന്നത്? ഇവിടെ നിന്നാ പോരായോ? ശരിയാ, ബസ് കൊണ്ട് നിർത്തുമ്പോളേ ഓട്ടം ഒഴിവാക്കാം. മക്കളെ, മോഹൻ രാജ എപ്പോ വരും? അമ്മൂമ്മ മോഹൻ രാജിലേ കയറത്തുള്ളൂ. അമ്മൂമ്മേ ഒരു 15 മിനിറ്റുള്ളിൽ വരും കേട്ടോ. അതെ, രാഹുൽ പോയോ? ഇല്ലില്ല, പോയിട്ടില്ല. സുമേഷോ? സുമേഷും പോയിട്ടില്ല. ശ്രീഹരിയോ? ശ്രീഹരിയും പോയിട്ടില്ലല്ലോ. അമ്മൂമ്മേ പോയായിരുന്നോ? മക്കളെ, ഞാൻ രാവിലെ 2 തവണ പോയതാ. അയ്യോ, അതല്ല, രാഹുലും സുമേഷും ശ്രീഹരിയും. അയ്യോ മക്കളെ, എനിക്ക് ബസ്സിന്റെ കാര്യമൊന്നും അറിയത്തില്ല. അയ്യോ, അതൊന്നും ബസ്സൊന്നും അല്ല, എന്റെ കാമുകന്മാരാ. നിങ്ങൾക്ക് എന്താ പറയാ കള്ളക്കളവി? വാഴയ്ക്ക. ബേബി വാ. കള്ളക്കളവി അങ്ങോട്ട് അവിടെ ഇരിക്കും. അവിടെ ഇരിക്കുക കളവി. ബേബി കഴിവരാ മക്കള്. കാലം നീട്ടി ഇരിക്കുക. എന്നിട്ടും ബേബി ബേബി കെട്ടിപ്പിടിച്ചിരിക്കുക. പറത്തി വിട്. ഓഹോ, കള്ളി ഇത്രയും നാളെ എന്നെ പറ്റിക്കുവായിരുന്നല്ലയോ? എന്ത് ചേട്ടാ പ്രശ്നം? നിനക്കറിയാവോ, എന്റെ മോളാ പോയെ. വല്ലോന്റെ കൂടെ ഒക്കെ പോകുമ്പോ കണ്ടോണ്ടൊക്കെ നിക്കുക. അവൾ എന്നും വണ്ടിക്കൂലി എന്ന് പറഞ്ഞ 5 രൂപ വാങ്ങിച്ചോണ്ട് വന്നേ. അവൾക്ക് മൊത്തം ചെലവ് 10 രൂപയാ. ബാക്കി പൈസ എവിടെ നിന്ന് ഒപ്പിക്കുന്നത് ഭയങ്കര ഡൗട്ടായിരുന്നു. ഇപ്പൊ അത് ക്ലിയർ ആയി. ചേട്ടൻ പൈസ കൊടുത്തില്ലേ പിള്ളേർ ഇങ്ങനെയൊക്കെ പോകും. ആന്നേ, ഇപ്പൊ ഇനി മുതൽ അവളെ കോളേജിൽ സ്വന്തമായിട്ട് കൊണ്ടുവിടാൻ വേണ്ടി പോകുമായിരിക്കും ഇല്ലയോ? എന്തിന്? ഇവള് ഫ്രീ ആയിട്ടല്ലേ പോന്നെ. ഞാൻ ഇനി പൈസയും കൊടുക്കുന്നില്ല. എനിക്ക് 5 രൂപ ലാഭം. എടി, നിന്റെ കമ്മലേ ഇവിടാണോ പോയോ? നോക്കിയേ, ഇവിടെ എവിടെയോ ആണല്ലോ. നല്ല പരിചയമുള്ള ഒരാള്. നിന്റെ അച്ഛൻ്റെ കൂട്ടിരിക്കുന്നുണ്ടല്ലോ. അയ്യോ, എന്റെ അച്ഛൻ. എന്റെ അച്ഛനാണോ? അയ്യോ, അപ്പൊ നീ ബൈക്കിലാണല്ലേ പോന്നെ? അയ്യോ അച്ഛാ, അതെനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. രാവിലെ വാങ്ങിച്ച 5 രൂപ തടി. ബേബി, ഞാൻ കൊടുത്താ മതിയോ? 10 പൈസക്ക് ഗതിയില്ലാത്ത നീ മിണ്ടായി. അച്ഛാ, ഞാൻ തരാം എന്നാ. കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുന്ന പെണ്ണാ നീ. കണ്ട ആ വഴി ബുക്കാണ്. ചെറുക്കം വീട്ടുകാരെ കാണരുത് കേട്ടോ. തന്റെ മോളും കൊള്ളാം, പിടിച്ചിരുന്നോ? മതി അച്ഛാ. മൊണ്ണ എന്തുവാ? അല്ല, പോയൊരു മൊണ്ണകളാന്ന് പറഞ്ഞു. ആ, 1ാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷമായിരുന്നു? സാറെ, ക്ലാസ്സിലോട്ട് വന്നിട്ട് പോരാ ഈ ചോദ്യം പിടിച്ചു വെക്ക. എന്തുവാ ഇത്? ക്ലാസ്സിലോട്ടൊന്ന് എത്തട്ടെ. എന്തോ മക്കളെ ചോദിച്ചാ പഞ്ചാരിക്ക് എത്ര രൂപയാന്നോ? മിണ്ടായിരിക്കും. ഇല്ല, ഇയാള് പോകുന്നില്ലേ? എന്റെ 2ാമത്തെ മോളെ 10 രൂപ വാങ്ങിച്ചോണ്ടാ പോകുന്നെ. അവൾ എങ്ങനെയാ പോകുന്നതെന്ന് അറിയണം. അന്നവിടെ നിൽക്കും, ഇപ്പം വരും ബൈക്കില്. എന്തുവാ? ഒന്നുമില്ല. അല്ല സാറേ, കഴിഞ്ഞ 3-4 ദിവസം സ്കൂളിൽ പഠിത്തില്ലായിരുന്നല്ലോ, എന്തോ പറ്റി? അത് നമ്മുടെ പിയൂണിന്റെ മകന് കാനഡയിൽ പോയി. അതെന്തോ സാറേ, പ്യൂണിന്റെ പോകാൻ കാനഡയിൽ പോയെന്ന് പറഞ്ഞിട്ട് 3-4 ദിവസം ലീവ്? ഇതൊക്കെ കുറച്ച് ഓവറാ കേട്ടോ. അത് പിന്നെ പിയൂണിന്റെ മോൻ കാനഡയിൽ പോയപ്പം സ്കൂളിന്റെ ചാവിയും കൊണ്ടാ പോയത്. പിന്നെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് 2-3 ദിവസം എടുത്തതാ. എന്തുവാ സാറേ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ട. എന്തുവാ ഇത്? നിനക്ക് പഞ്ചവത്സര പദ്ധതി എന്തോ അറിയോ? പഞ്ചവത്സര പദ്ധതി? എടാ, നമുക്ക് അസൈൻമെന്റ് ഇതൊക്കെ വെക്കാൻ ഉണ്ടായിരുന്നല്ലോ. ആ മലയാളത്തിന്റെ മറ്റേ 10 കവികളുടെ പേര് എഴുതി ബുക്കിനകത്ത് എഴുതി കൊണ്ട് കൊടുക്കണം ഇല്ലേ? നീ എഴുതിയോടാ? ഞാനും എഴുതില്ല. മക്കളെ, മോഹൻ രാജ വന്നോ? മോഹൻരാജ് വന്നില്ല, ഞാൻ മോഹനാ. മതിയോ? നീ നാണുവിന്റെ മോനല്ലയോ? ആന്ന്. നിനക്ക് പാരമ്പര്യമായിട്ട് കഴിവില്ലാത്തവരാ. പൊക്കടാ. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി 1993 നടത്തി. മക്കളെ, ഞാൻ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ. ഞാൻ എക്സാം വല്ലതും പറഞ്ഞായിരുന്നു? ഇല്ല. പിന്നെന്തിനാ പഠിക്കുന്നത്? അല്ല, ശനിയാഴ്ച സുമതി ടീച്ചർ എക്സ്ട്രാ ക്ലാസ്സിന്റെ സമയത്ത് ഒരു ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നോർമലി എന്തായാലും സാറും ടെസ്റ്റ് പേപ്പർ ഇടുമല്ലോ, അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. അയ്യോ. ഹലോ. സാറേ വരാം. ശരി സാറേ, ഓക്കെ. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇളയ മോളും കുറച്ച് പേരും കൂടെ അവിടെ നിൽക്കുന്നത്. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. എന്നിട്ട് വേണം ആ 10 രൂപ വാങ്ങിച്ചോണ്ട് വരാനെ. പോയിട്ട് വരാം. 10 രൂപയാണോ ട്രോഫി ആണോ കിട്ടുന്നതെന്ന് പോയിട്ട് വരുമ്പോ അറിയാം. വാദം പിത്തം കഫം തലക്കെട്ട് കയ്യൂന്ന് വേദന എല്ലാത്തിനുമുള്ള ഒറ്റമൂലി കാട്ടിൽ ഓടിച്ചാടി കിടന്ന മയിലിനെ കമ്പ് കൊണ്ട് അടിച്ചിട്ട് ഓടിച്ചാടി ചവിട്ടി തേച്ച് തവിടെണ്ണയിലും കൊഴുപ്പെണ്ണയിലും ആട്ടിയെടുത്ത് നല്ല ഒന്നാന്തര എണ്ണ. അമ്മമ്മേ നോക്കുന്നുണ്ടോ?
ഒരു പിടി തേച്ച് കഴിഞ്ഞാൽ എല്ലാ കഴപ്പും മാറും. കഴപ്പോ? അല്ല തരിപ്പ്. ആ, എന്റെ പല്ലിനാ തരിപ്പ്. എന്തേലും മരുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഒരു അമ്മൂമ്മയ്ക്ക് കൊടുത്തതേ ഉള്ളേ മരുന്ന്. എന്നിട്ട് ആ അമ്മമ്മയുടെ സഞ്ചയനം കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ ഞാനിപ്പോ. കഴിവേറി മാറാൻ അങ്ങോട്ട്. അമ്മമ്മ മയിലിന്റെ ഈ സുണ്ടും ഈ എണ്ണയും കൂടെ ഒന്ന് കാച്ചി പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ എല്ലാ വേദനയും മാറും. കൊണ്ടങ്ങ് പോവാമോ? ആ ആ, മയിൽ. ചേട്ടാ മയിലെണ്ണ അൽഫാം പോലെ വറുത്ത എണ്ണ ഇരിപ്പുണ്ട്. വേണ്ട അമ്മൂമ്മേ ആ. ആണ് മോഹൻരാജ് വരുന്നു. യാ, വന്നോ? എടാ, എടാ, പഞ്ഞി കഴിവേറി. ഇന്തമാതിരി മയിലിനെ ഞാൻ പാത്തിരുത്തെ. അപ്പം ബസ് കയറാൻ വേണ്ടി വന്നല്ലേ? എന്റെ പൊന്നു മോനെ, ആ വണ്ടിയുടെ ഡ്രൈവർ എന്റെ മോനാ. വയസ്സായിട്ടുള്ള തള്ളേ അവൻ നോക്കത്തില്ല. അത് തെണ്ടിത്തരോ? ആ, അതുകൊണ്ടാ ഞാൻ തെറി പറഞ്ഞേ. ഇനിയും പറയണം. ആ, ഇനി അവൻ എപ്പോ വരും മോനെ? അരമണിക്കൂർ കഴിഞ്ഞുള്ളൂ. ആണോ? അപ്പൊ വെള്ളം കുടിക്കാനുള്ള സമയമുണ്ട്. കുടിച്ചിട്ട് വരാം. സുധി ബേക്കറി ഉണ്ടോ? ആ ചേട്ടൻ ജനിച്ചപ്പോ ഈ തള്ള ആ ചേട്ടൻ അനാഥാലയത്തിൽ കൊണ്ടിട്ടോ അതുകൊണ്ട് ഇപ്പൊ നോക്കണം പോലും. മയിലിനെ ആറ്റി വാറ്റി ഊറ്റിയ തൈലം ഫ്രീ, സാമ്പിൾ ഫ്രീ. ഫ്രീ ആണോ? ആ ഫ്രീയാ. കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് നല്ലവേനുണ്ട്. നിന്നെയൊക്കെയല്ലേ പഠിപ്പിക്കുന്നേ? എങ്ങനെ ഇറക്ക്? കൊള്ളാം. നല്ല നല്ല ഇതുണ്ട് കേട്ടോ. ഇനി നാളെ മതി. അല്ല നിങ്ങൾ എന്നും വന്ന് ഈ ഫ്രീ സാമ്പിൾ ഞങ്ങളുടെ സാറിന് കൊടുക്കുമല്ലോ, ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് വെച്ചുകൂടായോ? അതും പിന്നെ ഞാനൊരു ജോലിസറിന്റെ അടുത്ത് പോയപ്പോ എന്റെ ബിസിനസ് വിജയിക്കാൻ വേണ്ടി 2 തെണ്ടികൾക്ക് സാമ്പിൾ കൊടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കും കൊടുക്കും, നിങ്ങളുടെ തന്ത അവിടെ നിൽപ്പുണ്ട്, അങ്ങേർക്കും കൊടുത്തിട്ട് വരുന്ന വഴിയാ. ഇപ്പൊ കറക്റ്റായി. ആ മക്കളെ പൊയ്കയിൽ ബസ് പോയോ? പോയിക്കൽ ബസ് പോയിട്ടില്ല ചാ. ഞങ്ങൾ അതിനുമാ നിൽക്കുക. എനിക്ക് കല്യാണം വിളിക്കാൻ പോണമായിരുന്നു. നല്ലതാ. ഇവിടെ കളഞ്ഞു പോയത്? ആ ഞാൻ ബസ് കയറിയപ്പോ ഇവിടെ കളഞ്ഞു പോയേ. അയ്യോ അമ്മാവൻ. മരുമോളെ എന്താ പറ്റി? അമ്മാവൻ കല്യാണം വിളിക്കാൻ ഇറങ്ങിയതാ. അമ്മാവ ബസ് കയറാൻ നിന്നപ്പോ പൈസ കളഞ്ഞു പോയി, അത് നോക്കാൻ വന്നതാ. അയ്യോ, ഈ രാജേന്ദ്രക്കുറിപ്പിന്റെ മരുമോക്ക് ബസ് കയറാൻ പൈസ ഇല്ലെന്നോ? എന്നാ 1000 രൂപയുണ്ട്, വെച്ചോ. ഇതാരാ? ബെസ്റ്റിയാ. ബെസ്റ്റ് ആയിട്ടുണ്ട്. ക്ലാസ് നടക്കട്ടെ അപ്പൊ. സിനിമയ്ക്ക് പോകാൻ പൈസ ഇല്ലായിരിക്കും വരുന്നത്. 1000 രൂപ ഒത്ത് അങ്ങോട്ട് വിട്. നമ്മുടെ സുഷമ ഇപ്പൊ വരുന്നുണ്ടോ? അതിന് മുമ്പ് ഈ സാറിനെ നമുക്ക് എങ്ങനെയും ഒഴിവാക്കണം. അതിനൊക്കെയുള്ള ഐഡിയ നമ്മളെ ഇല്ലടാ. സാർ, ഈ 5ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്തായിരുന്നു? അത് ഞാൻ ക്ലാസ്സിൽ ചെന്ന് പറഞ്ഞുതരാം. അല്ല സാർ, ഇപ്പൊ പറയണേ, എനിക്ക് ഇപ്പൊ തന്നെ അറിയണോ അത്? അത് എന്നായിരുന്നു സാറേ? 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോ അതായത് നമ്മുടെ മോനെ ജംഗ്ഷനോട് തൊട്ട് സാറ് പറഞ്ഞത് 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോ എന്തുവാ? വാടക ബുക്കൊക്കെ അടച്ചിട്ട് വീട്ടിലെങ്ങനെ പോവാ? നിങ്ങൾക്ക് സ്കൂളിൽ പോകണ്ടേ? പഠിപ്പിക്കാൻ സാറില്ല, നമ്മൾ സ്കൂളിൽ പോയിരുന്നിട്ട് എന്തോ ഇതിനാ? സാറല്ലേ അങ്ങോട്ട് പോയത്? ആ, അങ്ങോട്ട് പോയതാ. ഇല്ല, കഞ്ചാവ് സോമന്റെ കൂടെ അതിന് 3-4 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വെച്ചുള്ളൂ. ബായിരിക്കാം, നമുക്ക് പോവാം. എങ്ങോട്ടല്ലേ നടക്കും.